ഹായ് ലേൺ സ്ഫിയർ +1 എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവിൻ്റെ ക്ലാസ്സുകളൊക്കെ കറക്റ്റ് 8 മണിക്കാണെന്ന് അറിയാലോ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ മിസ് ചെയ്യാതെ കയറുക. നമ്മൾ പറയാറുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്, പല സ്ക്രീൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് എടുക്കണേ. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റുകൾ നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ മിസ് ചെയ്യരുത്, എന്തായാലും മിസ് ചെയ്യരുത്. കറക്റ്റ് 8 മണിക്ക് തന്നെ വരിക. അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് വേണ്ടതൊക്കെ നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഓണപ്പരീക്ഷ നിങ്ങൾ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലേ. +1 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അത് ഈസി ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേർക്കൊക്കെ ടഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം വരും. ക്രിസ്മസ് എക്സാമിന് വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണപ്പരീക്ഷനേക്കാളും കുറച്ചുകൂടി കൂടുതലുണ്ടാവും. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾ നന്നായി ക്ലിയർ ചെയ്ത് പഠിക്കുക. ഇത് പഠിക്കുന്ന സമയത്ത് ചില സബ്ജക്റ്റുകൾ കണ്ടിന്യൂഷനായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാണ്ട് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ബാക്കി ഭാഗം കിട്ടാതെ പോകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും സുഖമായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ +1 തന്നെ കൂടുതൽ കുറേ എഴുതാനൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എക്സാം ഇപ്പോൾ എഴുതിയതുകൊണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന സമയത്ത് ആൻസറുകളുടെ മെയിൻ പോയിൻറ്റ്സുകൾ എപ്പോഴും നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുക്കുക അതിന് വേണ്ടിയിട്ട്. ആ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് അതിലെ മെയിൻ പോയിൻറ്റുകൾ, പ്രധാനപ്പെട്ട എസ്സേകളാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ആ പോയിൻറ്റുകളൊന്ന് എടുത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മളെപ്പോഴും റിവിഷൻ എത്രത്തോളം നമ്മൾ നടത്തണോ അത്രത്തോളം മാർക്ക് കൂടുതൽ കിട്ടും. നമുക്ക് +1ൻ്റെയും +2ൻ്റെയും കൂടി മാർക്ക് ഒരുപോലെ എടുത്തിട്ടാണ്, അതിന് 2ൻ്റെയും കൂടി പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നിങ്ങളുടെ +2ൻ്റെ പെർസെൻറ്റേജ് വരണേ. അറിയാലോ, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത്. അതായത് +1ൻ്റെ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ +1ൻ്റെ മാർക്ക് +1ൽ കഴിഞ്ഞു, പിന്നെ അത് നോക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. +2 എക്സാമിൻ്റെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, +1ൻ്റെ പെർസെൻറ്റേജും +2 പെർസെൻറ്റേജും കൂടി നോക്കിയിട്ടാണ് നമ്മൾ മാർക്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ചും സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകൾ ഇപ്പോൾ ടഫായിട്ടുള്ളതുണ്ടാവും അല്ലേ. ആ ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ കൂടുതൽ മാർക്ക് ഈ +1 സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക. മനസ്സിലായോ? +1 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, അതായത് എന്താ പറയുക, +2ലെയും +1ലെയും കൂടി മാർക്ക് ഒരുപോലെ. അപ്പോൾ 18 മാർക്ക് നിങ്ങൾക്ക് പാസ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 36 മാർക്ക് ഈ വർഷം തന്നെ പാസ്സാവാനായിട്ട് നിങ്ങൾ സ്കോർ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും +2ന് ഫെയിൽ ആവില്ല. മനസ്സിലായോ? അപ്പോൾ +1 +2 കൂടി ചേർത്ത് പെർസെൻറ്റേജ് എടുക്കണോണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ടഫായിട്ടുള്ള ഭാഗങ്ങൾ ഇതിനേക്കാളും ഇപ്പോൾ നിങ്ങൾ +1 പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടഫായിരിക്കും +2ലേക്ക് വരുമ്പോൾ കേട്ടോ. ഭയങ്കര ടഫല്ല, കുറച്ച് ടഫ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ഇപ്പോഴേ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. 2 പ്രാവശ്യത്തെയും കൂടി ചേർത്താണ് നിങ്ങൾക്ക് പാസ് മാർക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ബിലോ ആവറേജിൽ നിൽക്കുന്ന കുട്ടികൾ, എങ്ങനെയെങ്കിലും പാസ്സാണെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. എങ്ങനെയെങ്കിലും കറക്റ്റ് പാസ് മാർക്ക് വേണമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ ആ കുട്ടികളോടാണ് പ്രത്യേകം പറയണത്, നിങ്ങൾക്ക് ഈ ടൈമിലാണ്, അതായത് ഈ നമ്മുടെ +1ലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഈ വർഷം +1ൽ തന്നെ 2 പ്രാവശ്യത്തെ മാർക്കും കൂടി ഒരുമിച്ച് കിട്ടാവുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതായത് നന്നായി പഠിക്കുക ടഫായിട്ടുള്ള സബ്ജക്ട്സ്. മനസ്സിലായോ? നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. എന്തായാലും ഞാൻ പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് സെക്കൻഡ് ടൈമിലാണ്, ക്രിസ്മസ് എക്സാമിനാണ്. നിങ്ങൾ ഇതുവരെ ഉള്ളത് എന്തായിക്കോട്ടെ അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഇനിയുള്ളത് നല്ലോണം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അന്നുള്ളത് അന്നു പഠിക്കുക എന്ന് പറയണത് പറയാൻ എളുപ്പമാണെങ്കിലും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഒരുപാട് ഡിസ്റ്റൻസിൽ പോയി വന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ ഇപ്പോൾ ചില ഭാഗങ്ങൾ ഇപ്പോൾ ചോദിക്കാൻ പേടിയുള്ള കുട്ടികൾ കുറേ കുട്ടികളുണ്ടാവും, സംശയം വരുമ്പോൾ ചോദിക്കാൻ. പിന്നെ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഭാഗം എടുത്തു പോയേക്കുന്ന ഭാഗങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കഴിഞ്ഞ ഭാഗമല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ടീച്ചർ 3ാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ 1ാമത്തെ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ചോദിക്കാൻ പേടിയുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ എന്തെങ്കിലും വിചാരിച്ചാലോ, 1ാമത്തെ ചാപ്റ്റർ ഇപ്പോഴാണോ പഠിക്കണേന്ന് വിചാരിച്ചാലോ, ഇതുവരെ ഇത് പഠിച്ചില്ലേന്ന് വിചാരിച്ചാലോ. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ടീച്ചർ പറഞ്ഞിട്ട് ആൻസർ റിപ്പീറ്റേഷൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും.
കുറേ പ്രാവശ്യം ടീച്ചർ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവാത്ത ഭാഗം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ആ ടീച്ചറിനോട് ചോദിക്കില്ല. കാരണം എന്താ, നിങ്ങൾ പലവട്ടം ചോദിച്ചു നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കും, എന്നിട്ടും മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതവിടെ മാറ്റി വയ്ക്കും അല്ലേ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എത്ര പ്രാവശ്യം ചോദിച്ചാലും ടീച്ചേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ ചോദിച്ചോ കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പ്രോപ്പർ ടൈമിൽ നിങ്ങൾ കയറി വരാം, ലൈവിൻ്റെ ടൈമിൽ കേട്ടോ. നമ്മൾ നോട്ട്സൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും, നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്കാണെങ്കിലും വീഡിയോ ആയാലും ലൈവ് ആയാലും നന്നായിട്ട് ഇട്ട് തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്ട്രീം സെറ്റ് ചെയ്തിട്ടില്ല. ഇന്ന സയൻസ് ഗ്രൂപ്പ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ സ്ട്രീം സെറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മൾ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ഭാഗങ്ങൾ എക്സ്പ്ലനേഷൻ തന്ന് നിങ്ങൾ സെറ്റാക്കി എടുക്കുക, നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് തരാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മറക്കാതിരിക്കുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക. ഇന്നത്തെ ലൈവ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക, മാക്സിമം കയറി വരാം കേട്ടോ. അപ്പോൾ 8 മണിക്ക് നമുക്ക് കാണാം. ഓക്കെ, ബൈ.